ഇനിയാണ് യഥാർത്ഥ പോര് നടക്കാനിരിക്കുന്നത്. അതെ, 2025 IPL സീസൺ ആരംഭിക്കാൻ ഇനി വെറും ദിവസങ്ങൾ മാത്രം ബാക്കി. ധോണിയും രോഹിത്തും കോഹ്ലിയും സഞ്ജുവും രാഹുലുമെല്ലാം നേർക്കുനേർ പോരാടുന്ന IPL മാമാങ്കം മാർച്ച് 22 മുതൽ ആരംഭിക്കുകയാണ്. 18ാം സീസണാണ് ഇത്. ഈ സീസണിൽ ടീമുകളിൽ ചില പ്രത്യേകതയുമുണ്ട്. കാരണം മെഗാ താരലേലത്തിന് ശേഷം ഇഷ്ട ടീമുകളിലെ പ്രിയപ്പെട്ട താരങ്ങൾ മറ്റു ടീമുകളുടെ സ്വന്തമായിട്ടുണ്ടാകും. എന്തായാലും പോര് തുടങ്ങിയതിന് മുൻപ് ഓരോ ടീമിനെ കുറിച്ചും ഒന്നുകൂടി പറയാം. തുടക്കം CSKയിൽ നിന്ന് തന്നെയാകാം. തല ധോണിയും പിള്ളേരും ഇപ്പോഴേ സോഷ്യൽ മീഡിയ അങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ്. വെള്ളമുണ്ടും ഷർട്ടും ഇട്ട് തല ധോണിയുടെ ഒരു കിണ്ണം കാച്ചി നടത്തം. സോഷ്യൽ മീഡിയ നിന്ന് കത്തി എന്ന് പറഞ്ഞാലും അധികമാകില്ല. ആ ഒരു ഓളത്തിൽ നിൽക്കുമ്പോൾ CSKയുടെ സ്വന്തം ജഡ്ഡു പുഷ്പ സ്റ്റൈലിൽ അങ്ങ് വരവറിയിച്ചു. 18ാം സീസണിലും കപ്പ് തൂക്കുക എന്നല്ലാതെ തലയ്ക്കും പിള്ളേർക്കും വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല. ഋതുരാജ് ഗെയ്ക്വാദ് എന്ന ക്യാപ്റ്റനൊപ്പം CSK പട ഈ സീസണിൽ ആദ്യം ഏറ്റുമുട്ടുന്നത് IPLൽ ഒപ്പത്തിനൊപ്പം പോരടിച്ചുകൊണ്ടിരിക്കുന്ന മുംബൈ ഇന്ത്യൻസുമായാണ്. മാർച്ച് 23-നാണ് ഈ മത്സരം. അടുത്തത് മുംബൈ ഇന്ത്യൻസ്. 5 കിരീടങ്ങൾ സ്വന്തമാക്കിയ ദൈവത്തിൻ്റെ ടീം എന്ന വിളിപ്പേരുള്ള മുംബൈ ഇന്ത്യൻസിൽ പഴയ താരങ്ങളും അതുപോലെ തന്നെ പുതിയ താരങ്ങളുമുണ്ട്. രോഹിത് ശർമ്മ, ഹർദിക് പാണ്ഡ്യ, സൂര്യകുമാർ യാദവ്, ജസ്പ്രീത് ബുംറ തുടങ്ങി ഒരു വൻ താരനിര തന്നെ അവിടെ സജ്ജമാണ്. മിച്ചൽ സാറ്റ്നർ, വിൽ ജാക്സ്, റിയാൻ റിക്കിൾട്ടൺ, ട്രെന്റ് ബോൾട്ട് തുടങ്ങി ശക്തരായ വിദേശ താരങ്ങളും MIക്ക് ഒപ്പമുണ്ട്. കഴിഞ്ഞ സീസണിൽ ടേബിളിൽ അവസാന ടീമായതിൻ്റെ ക്ഷീണം ഈ സീസണിൽ മറികടക്കേണ്ടത് മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ച് പ്രധാനമാണ്. അതുകൊണ്ട് ആ വീര്യം മത്സരത്തിൽ കാണാൻ സാധിക്കുമെന്ന് ഉറപ്പാണ്. അടുത്തത് RCB. യെസ് സാല കപ്പ് നമ്മുടെ എന്ന മുദ്രാവാക്യവുമായി 18ാം സീസണിലും ഒരേ പോരാട്ട വീര്യത്തോടെ കോഹ്ലിയും ടീമും ഇറങ്ങുകയാണ്. അമരക്കാരൻ രജത് പാട്ടീദാറാണ്. ഒരു തവണ പോലും കിരീട നേട്ടം സ്വന്തമാക്കാൻ സാധിച്ചില്ല എങ്കിലും RCBക്കുള്ള ഫാൻ ബേസ് ഒന്ന് വേറെ തന്നെയാണ്. അതേസമയം മെഗാ താരലേലം നടക്കുന്നതിന് മുന്നേ വളരെ ചുരുക്കം ചിലരെ മാത്രമേ RCB റിട്ടേൺ ചെയ്തിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒട്ടനവധി പുതിയ താരങ്ങളുടെ കരുത്തിൽ IPL കിരീടം സ്വന്തമാക്കാനുള്ള വിശ്വാസത്തിലാണ് RCBയും RCB ആരാധകരും ഉള്ളത്. എന്തായാലും പതിവ് ആവർത്തിക്കുമോ അതോ RCB ഇത്തവണ എല്ലാവരെയും ഞെട്ടിക്കുമോ എന്നെല്ലാം കണ്ടറിയാം. ഈ സീസണിന്റെ അരങ്ങേറ്റ മത്സരത്തിൽ ഏറ്റുമുട്ടുന്നവരിൽ ഒരു ടീം RCBയാണ്. RCBക്കെതിരെ ഉദ്ഘാടനത്തിൽ ഏറ്റുമുട്ടുന്ന മറ്റൊരു ടീം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ്. നിസ്സാരക്കാരല്ല ഈ ടീം. 2024 സീസണിൽ ടൈറ്റിൽ വിന്നറാണ്. എന്നാൽ 2024-ൽ IPL കിരീടത്തിലേക്ക് ടീമിനെ നയിച്ച ക്യാപ്റ്റൻ ഇത്തവണ KKRനൊപ്പമില്ല. IPL ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ തുകയ്ക്ക് താരത്തെ പഞ്ചാബ് കിങ്സ് സ്വന്തമാക്കി. 26.75 കോടി രൂപയ്ക്ക് പഞ്ചാബ് താരത്തെ സ്വന്തമാക്കിയത് കിരീട നേട്ടം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അടുത്തതായി ഈ സീസണിൽ ഒരു പ്രത്യേകത നിറഞ്ഞ തുടക്കമായിരിക്കും ഡൽഹി ക്യാപിറ്റൽസിനും അതുപോലെ ലക്നൗ സൂപ്പർ ജയൻസിനും ലഭിക്കുക. കാരണം കഴിഞ്ഞ സീസണിൽ ക്യാപിറ്റൽസിന്റെ ക്യാപ്റ്റൻ ഋഷഭ് പന്തും LSGയുടെ ക്യാപ്റ്റൻ KL രാഹുലുമായിരുന്നു. എന്നാൽ മെഗാ താരലേലം നടന്നതോടെ ഋഷഭ് പന്ത് LSGയിലേക്കും KL രാഹുൽ ക്യാപിറ്റൽസിലേക്കും എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇരുവരും ഈ സീസൺ തുടങ്ങുന്നത് പഴയ തന്റെ ടീമിനെതിരെ കളിച്ചുകൊണ്ടായിരിക്കും. ഇനി സൺറൈസേഴ്സ് ഹൈദരാബാദിലേക്ക് വരാം. പാറ്റ് കമ്മിൻസിന്റെ അകമ്പടിയോടെ 18ാം സീസണെ വരവേൽക്കാൻ SRHും സജ്ജമായി കഴിഞ്ഞു. സീസണിലെ ആദ്യ എതിരാളികൾ കരുത്തരായ രാജസ്ഥാൻ റോയൽസ് ആണ്. ഒരുപക്ഷെ സഞ്ജു വന്നതിന് ശേഷം RRനെ സ്വന്തം ടീമായി കാണുന്ന ഒരുപാട് മലയാളികളുണ്ട്. അതുകൊണ്ട് തന്നെ IPL മത്സരങ്ങളിൽ മലയാളികൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന മാച്ചും സഞ്ജു നയിക്കുന്ന RRന്റെ പോരാട്ടമായിരിക്കും. ഇവിടെയും താരലേലത്തോടെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സഞ്ജുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരായ ബട്ട്ലറും അശ്വിനും ചഹലുമെല്ലാം ഇനി സഞ്ജുവിനെതിരെ കളിക്കും. അങ്ങനെ 18ാം സീസണെ വരവേൽക്കാൻ 10 ടീമുകളും സജ്ജമായി കഴിഞ്ഞു. കളി കാണാൻ അക്ഷമരായി കാത്തിരിക്കുകയാണ് ആരാധകർ. ഇനിയുള്ള കാലം ഉത്സവം പോലെ ക്രിക്കറ്റ് പ്രേമികൾ കൊണ്ടാടും. ആ നാളുകൾക്കായി കാത്തിരിക്കാം.